ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്കൊരു ഷെഡ്യൂൾ തന്നു കഴിഞ്ഞാൽ ആ ഷെഡ്യൂൾ എങ്ങനെയാണ് സീരിയലൈസബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു അൽഗോരിതാണ് വിത്ത് അതിന്റെ ഒരു പ്രോബ്ലം. രണ്ട് പ്രോബ്ലം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പ്രോബ്ലം നോക്കാം, എന്നിട്ട് നമുക്ക് അൽഗോരിതം ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ഇത് തന്നിട്ടുള്ളത്, ഇത് നോർമലി നമുക്കറിയാം ഈ ഒരു സീരിയൽ ആയിട്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഇത് കൺകറന്റ് മാനറിലാണ്. അപ്പൊ നമുക്ക് കൺകറന്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ തന്നിട്ട് നമ്മളോട് പറയും ഇത് സീരിയലൈസബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കുക. നമ്മളിപ്പോ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഷെഡ്യൂൾ ഈ സീരിയലൈസബിൾ ആണോ അല്ലേ എന്നാണ്. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആദ്യം ഇതിനൊരു പ്രസിഡൻസ് ഗ്രാഫ് വരയ്ക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാഫ് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യണം. സൈക്കിൾ ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് സീരിയലൈസബിൾ അല്ല, സൈക്കിൾ ഇല്ലെങ്കിൽ ആ ഗ്രാഫ് സീരിയലൈസബിൾ ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അപ്പൊ ഗ്രാഫ് വരയ്ക്കുന്നതിനെക്കാട്ടി മുന്നേ നിങ്ങൾ നോക്കുക എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ട്, T1, T2, T3. അപ്പൊ 3 ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, 3 നോഡ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഗ്രാഫിൽ നമ്മൾ നോഡ് മാർക്ക് ചെയ്യില്ല. അപ്പൊ അതേപോലെ നമ്മൾ T1, T2, T3 വെച്ചിട്ട് 3 നോഡ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ 2 ഓപ്പറേഷൻസ് തമ്മിലാണ് കോൺഫ്ലിക്റ്റിംഗ് നോക്കുക. അപ്പൊ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ട്രാൻസാക്ഷൻസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആർക്ക് മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ആരവിടെ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്, T2 ആണ് ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം T2ന്റെ ഒരു ഓപ്പറേഷൻസിനും കോൺഫ്ലിക്ട് ചെയ്യാൻ ആരുമില്ല. എന്തുകൊണ്ടാ, ഒരു ഓപ്പറേഷൻ എപ്പോഴും കോൺഫ്ലിക്ട് ചെയ്യുക അതിന് തൊട്ട് മുന്നത്തെ വേറെ ട്രാൻസാക്ഷൻസിലത്തെ ഓപ്പറേഷൻസ് വെച്ചിട്ടാണ്. അപ്പൊ ഇതിന് മുന്നേ വേറെ ആരും ഇവിടെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടില്ല. ഇതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നത്. അപ്പൊ ഇതിന് നമുക്കറിയാം T2ലത്തെ ഈ 3 കോൺഫ്ലിക്ട് ചെയ്യില്ലാണ്. അപ്പൊ റൈറ്റ് ഐറ്റം കഴിഞ്ഞു, ഇവിടെ 3 കോൺഫ്ലിക്ട്. ഇത് കഴിഞ്ഞ ശേഷം അടുത്തത് ആരെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത്, ട്രാൻസാക്ഷൻ 3 ആണ്. ഇതിലാണ് അടുത്ത ഓപ്പറേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, റീഡ് ഐറ്റം ഓഫ് എക്സ് ആണ്, റീഡ് ഐറ്റം ഓഫ് വൈ. അപ്പൊ ഇങ്ങനെ നമ്മൾ കോൺഫ്ലിക്റ്റിംഗ് നോക്കുക. കോൺഫ്ലിക്റ്റിംഗ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നത്തെ ട്രാൻസാക്ഷൻസിൽ വൈ ഡാറ്റാബേസ് വരുന്നുള്ള ഓപ്പറേഷൻസ് എടുക്കുക. ഇപ്പൊ റീഡ് ഐറ്റം ഓഫ് വൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏതിനേറ്റാ കോൺഫ്ലിക്ട് ചെയ്യാതെ, അത് റൈറ്റ് ഐറ്റം ഓഫ് വൈനേറ്റാണ് കോൺഫ്ലിക്ട് ചെയ്യാം. ഇപ്പൊ റീഡ് ഐറ്റം ഓഫ് വൈ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റീഡ് ഐറ്റം ഓഫ് സെഡ് ആണ്, അത് കോൺഫ്ലിക്ട് ചെയ്യില്ല. പിന്നെ റീഡ് ഐറ്റം ഓഫ് വൈ, അപ്പൊ റീഡ് ഐറ്റം കോൺഫ്ലിക്ട് ചെയ്യില്ല. പിന്നെ ഈ റൈറ്റ് ഐറ്റം ഓഫ് വൈ, അപ്പൊ റൈറ്റ് ഐറ്റം ഓഫ് വൈയും ഈ റീഡ് ഐറ്റം ഓഫ് വൈ എന്ത് ചെയ്യും, കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടി റൈറ്റ് ഐറ്റം ഓഫ് വൈയും റീഡ് ഐറ്റം ഓഫ് വൈ. ഇനി നമ്മൾ നോക്കിയോ, റൈറ്റ് ഐറ്റം കഴിഞ്ഞിട്ടാണ് റീഡ് ഐറ്റം വന്നിരിക്കുന്നത്. T2ന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് T3യുടെ റീഡ് ഐറ്റം വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, T2ൽ നിന്ന് T3യിലോട്ടേക്ക് നിങ്ങൾ ഒരു ആർക്ക് വരയ്ക്കുക വിത്ത് വൈ മാർക്ക് ചെയ്തിട്ട്. അതാണ് ഈ സ്റ്റെപ്പിൽ കാണിച്ചത്. T2ൽ നിന്ന് T3യിലോട്ടേക്ക് മാർക്ക് ചെയ്തു വിത്ത് വൈ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്കറിയാം ഇതിന് അടുത്ത റീഡ് ഐറ്റം കമ്പയർ ചെയ്യാൻ ഇതിന് മുന്നേ ട്രാൻസാക്ഷൻ T1 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ട് മുന്നത്തെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ഇന്നത്തെ റീഡ് ഐറ്റം ഓഫ് സെഡ്, അപ്പോൾ ഫസ്റ്റ് റീഡ് ഐറ്റം ഓഫ് സെഡ് എടുത്തു, ഈ റീഡ് ഐറ്റം ഓഫ് സെഡ് എടുത്തു. ഇതിനായിട്ട് കോൺഫ്ലിക്ട് ചെയ്യോ, ഇല്ല. 2 റീഡ് ഒരിക്കലും കോൺഫ്ലിക്ട് ചെയ്യില്ല. പിന്നെ 2 വൈ ആണ്. എപ്പോഴും കോൺഫ്ലിക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, സെയിം ഡാറ്റാബേസിനായിട്ടാണ് കോൺഫ്ലിക്ട് ചെയ്യുക. അപ്പൊ ഈ 2 ഡിഫറെന്റ് ഡാറ്റാബേസ് ആയിട്ടാണ്, അപ്പൊ അത് കോൺഫ്ലിക്ട് ചെയ്യില്ല. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ, റീഡ് ഐറ്റം ഓഫ് എക്സ്. അപ്പൊ ഇത് കോൺഫ്ലിക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വരണം, റൈറ്റ് ഐറ്റം ഓഫ് എക്സ് വരണം. ഇവിടെ നോക്കി, ഇവിടെ ഫസ്റ്റത്തെ റീഡ് ഐറ്റം ഓഫ് സെഡ് കോൺഫ്ലിക്ട് ചെയ്യില്ല, റീഡ് ഐറ്റം ഓഫ് വൈ കോൺഫ്ലിക്ട് ചെയ്യില്ല, റീഡ് ഐറ്റം ഓഫ് വൈ കോൺഫ്ലിക്ട് ചെയ്യില്ല. പിന്നെ ഇവിടെ ചെക്ക് ചെയ്യാണ്ട് റീഡ് ഐറ്റം ഓഫ് വൈ കോൺഫ്ലിക്ട് ചെയ്യോ, ഇല്ല. റീഡ് ഐറ്റം ഓഫ് സെഡ് കോൺഫ്ലിക്ട് ചെയ്യോ, ഇല്ല. അവിടെ എക്സ് എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ഐറ്റം തന്നെ വരുന്നില്ല. അപ്പൊ ഒന്നിനേറ്റും കോൺഫ്ലിക്ട് ചെയ്യില്ല. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തതോ, റൈറ്റ് ഐറ്റം ഓഫ് എക്സ്. അതും എക്സ് ആണ്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒന്നിലും എക്സ് ഇല്ല. അപ്പൊ കോൺഫ്ലിക്ട് ചെയ്യാൻ ആരുമില്ല. അപ്പൊ അതിന്റെ കഴിഞ്ഞു. ഇനി അടുത്ത് ഇത് കഴിഞ്ഞ ശേഷം ഏത് സ്റ്റെപ്പാണ് നടന്നിരിക്കുന്നത്, ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ റൈറ്റ് ഐറ്റം ഓഫ് എന്താണത്, റൈറ്റ് ഐറ്റം ഓഫ് വൈ. റൈറ്റ് ഐറ്റം ഓഫ് വൈ നമ്മൾ ആദ്യം ഇവിടെ ചെക്ക് ചെയ്യാം. ഇവിടെ എന്താണ്, റീഡ് ഐറ്റം ഓഫ് സെഡ് ആണ്, കോൺഫ്ലിക്ട് ചെയ്യില്ല. ഇവിടെ റീഡ് ഐറ്റം ഓഫ് വൈ ആണ്, അവിടെ എന്ത് ചെയ്യും, കോൺഫ്ലിക്ട് ചെയ്യും. അപ്പോൾ ഈ റീഡ് ഐറ്റം ഓഫ് വൈയും ഈ റൈറ്റ് ഐറ്റം ഓഫ് വൈയും കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ T2 കഴിഞ്ഞിട്ടാണ് T3 വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, T2ൽ നിന്ന് T3യിലോട്ടേക്ക് വരയ്ക്കണം വിത്ത് വൈ മാർക്ക് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ മുന്നത്തെ സ്റ്റെപ്പിൽ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വരയ്ക്കണ്ട. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, റൈറ്റ് ഐറ്റം ഓഫ് വൈയും ഈ റൈറ്റ് ഐറ്റം ഓഫ് വൈയും തമ്മിൽ കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം, T2ൽ നിന്ന് T3യിലോട്ടേക്ക് വിത്ത് വൈ, അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി റൈറ്റ് ഐറ്റം ഓഫ് വൈ കമ്പയർ ചെയ്യാറിട്ടാണ് ഇവിടെയാണ്. പക്ഷെ ഇവിടെ 2 എക്സ് ആണ്, വൈ വരുന്നില്ലല്ലോ. അപ്പൊ അവിടെ കമ്പാരിസൺ നടത്തേണ്ട ആവശ്യമില്ല, എന്തായാലും കോൺഫ്ലിക്ട് ചെയ്യില്ല.
പിന്നെ അടുത്തത് വരുന്നത് റൈറ്റ് ഐറ്റം ഓഫ് സെഡ് ആണ്. അപ്പൊ സെഡ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മുന്നത്തെ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുന്നത് റീഡ് ഐറ്റം ഓഫ് സെഡ് വരുന്നുണ്ട്. അപ്പൊ ഈ റൈറ്റ് ഐറ്റം ഓഫ് സെഡും ഈ റൈറ്റ് ഐറ്റം ഓഫ് സെഡും എന്ത് ചെയ്യും കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ T2ൽ നിന്ന് T3 നമ്മൾ എന്ത് ചെയ്യണം ഒരു ആർക്ക് വരയ്ക്കണം വിത്ത് സെഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു T2ൽ നിന്ന് T3 ഓൾറെഡി നമ്മൾ y മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്തു സെഡ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു റൈറ്റ് ഐറ്റം ഓഫ് സെഡ് ആണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് ഇവിടെ രണ്ടെണ്ണം y ആണ്. അപ്പൊ ഇതിനോടെ കമ്പാരിസൺ അവിടെ എന്തായാലും കോൺഫ്ലിക്ട് ചെയ്യില്ല. പിന്നെ ഇവിടെ രണ്ടെണ്ണം x ആണ്. അപ്പൊ എന്തായാലും കോൺഫ്ലിക്ട് ചെയ്യില്ല. അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താ റീഡ് ഐറ്റം ഓഫ് x. അപ്പൊ എന്ത് ചെയ്യണം റീഡ് ഐറ്റം ഓഫ് x നമ്മൾ ആദ്യം ഇവിടെ വെച്ച് കമ്പയർ ചെയ്യാം. ഇവിടുത്തെ റീഡ് ഐറ്റം ഈ റീഡ് ഐറ്റം കോൺഫ്ലിക്ട് ചെയ്യോ ഇല്ല. രണ്ട് റീഡ് ഐറ്റം ഒരിക്കലും കോൺഫ്ലിക്ട് ചെയ്യില്ല. ഈ റീഡ് ഐറ്റം ഓഫ് എക്സും ഈ റൈറ്റ് ഐറ്റം ഓഫ് എക്സും കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം T1ൽ നിന്ന് T2 ഒരു ആർക്ക് വരയ്ക്കണം വിത്ത് എക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു സ്റ്റെപ്പ് 4 ആയിട്ട് T1ൽ നിന്ന് T2 എക്സ് മാർക്ക് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത റീഡ് ഐറ്റം ഓഫ് എക്സ് നമ്മൾ ഇവിടെയാണ് കമ്പാരിസൺ വരിക. പക്ഷെ ഇവിടെ എല്ലാം y z ആണ്. എക്സ് എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ഐറ്റം തന്നെ ഇല്ല. അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റും ചെയ്യില്ല. അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം റീഡ് ഐറ്റം ഓഫ് y എടുക്കണം. ഈ റീഡ് ഐറ്റം ഓഫ് y നമ്മൾ ആദ്യം ഇവിടെ എടുക്കുക. ഫസ്റ്റിനായിട്ട് കോൺഫ്ലിക്ട് ചെയ്യോ ഇല്ല. റീഡ് ഐറ്റം ഓഫ് y ആയിട്ട് കോൺഫ്ലിക്ട് ചെയ്യോ ഇല്ല. റൈറ്റ് ഐറ്റം ഓഫ് y കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ ഈ റീഡ് ഐറ്റം ഓഫ് y ഈ റൈറ്റ് ഐറ്റം ഓഫ് y കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ T2ൽ നിന്ന് T1 നമ്മൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്യണം വിത്ത് y. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു T2ൽ നിന്ന് T1 മാർക്ക് ചെയ്തു വിത്ത് y മാർക്ക് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ റീഡ് ഐറ്റം ഓഫ് വൈയുടെ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നോക്കുക. ഇവിടെ റീഡ് ഐറ്റം ഓഫ് y ഉണ്ട്. അത് കോൺഫ്ലിക്ട് ചെയ്യില്ല. പിന്നെ ഇവിടെ z ആണ്. അതും കോൺഫ്ലിക്ട് ചെയ്യില്ല. പിന്നെ റൈറ്റ് ഐറ്റം ഓഫ് y ഉണ്ട്. അപ്പൊ ഈ റീഡ് ഐറ്റം ഈ റൈറ്റ് ഐറ്റം കോൺഫ്ലിക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം T3ൽ നിന്ന് T1 വരയ്ക്കണം വിത്ത് y. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അടുത്ത സ്റ്റെപ്പിൽ T3ൽ നിന്ന് T1 മാർക്ക് ചെയ്ത് വിത്ത് y. അപ്പൊ അതും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം റീഡ് ഐറ്റം ഓഫ് y കഴിഞ്ഞ് ഈ റൈറ്റ് ഐറ്റം നമ്മൾ കമ്പയർ ചെയ്യും. റൈറ്റ് ഐറ്റം ഓഫ് y ആരായിട്ട് കമ്പയർ ചെയ്യുക ഈ റീഡ് ഐറ്റം ഓഫ് y കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം T2ൽ നിന്ന് T1 നമ്മൾ എന്ത് ചെയ്യണം ഒരു ആർക്ക് വരയ്ക്കണം വിത്ത് y മാർക്ക് ചെയ്തിട്ട്. അപ്പൊ T2ൽ നിന്ന് T1. അപ്പൊ നമ്മൾ ഈ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ റൈറ്റ് ഐറ്റം ഓഫ് y വിനാരറ്റ ഇതിനായിട്ട് കോൺഫ്ലിക്ട് ചെയ്യും. റൈറ്റ് ഐറ്റം ഓഫ് y കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക T2ൽ നിന്ന് T1 y. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട് T2ൽ നിന്ന് T1 പിന്നെ അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ റൈറ്റ് ഐറ്റം ഓഫ് y എവിടെ വരിക ഈ റീഡ് ഐറ്റം ഓഫ് y കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ T3ൽ നിന്ന് T1 നമ്മൾ എന്ത് ചെയ്യണം y മാർക്ക് ചെയ്യണം. അതും വരച്ചിട്ടുണ്ട്. പിന്നെ അത് വരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ റൈറ്റ് ഐറ്റം ഓഫ് y എവിടെ വരിക ഈ റൈറ്റ് ഐറ്റം ഓഫ് y കോൺഫ്ലിക്ട് ചെയ്യും. അപ്പോഴും T3ൽ നിന്ന് T1 ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞു അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ റൈറ്റ് ഐറ്റം ഓഫ് എക്സ്. അപ്പൊ റൈറ്റ് ഐറ്റം ഓഫ് എക്സ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടത്തെ മുന്നേ നോക്കുകയാണെങ്കിൽ ആദ്യം ഇവിടെ വെച്ച് കമ്പയർ ചെയ്യാം. ഈ റീഡ് ഐറ്റം ഈ റൈറ്റ് ഐറ്റം എന്ത് ചെയ്യും കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ T1ൽ നിന്ന് T2 എക്സ് മാർക്ക് ചെയ്യണം. അപ്പൊ T1ൽ നിന്ന് T2 നമ്മൾ ഓൾറെഡി നമ്മൾ എക്സ് എന്ത് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ റൈറ്റ് ഐറ്റം ഓഫ് എക്സും ഈ റൈറ്റ് ഐറ്റം ഓഫ് എക്സും നമ്മൾ കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ T1ൽ നിന്ന് T2 വിത്ത് എക്സ് മാർക്ക് ചെയ്യണം. അത് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എക്സ് ഒന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ പ്രസിഡൻസ് ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം സൈക്കിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ എങ്ങനെ സൈക്കിൾ നോക്കുക ആദ്യം നമ്മൾ നോക്കുക T1ൽ നിന്ന് T2 ഒരു ആർക്ക് ഉണ്ട്. T2ൽ നിന്ന് വീണ്ടും T1 വരുന്നുണ്ട്. അപ്പൊ എന്താ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചാ നോഡിലോട്ടേക്ക് തന്നെ വരിക. അപ്പൊ T1ൽ നിന്ന് T2 T2ൽ നിന്ന് T1. അപ്പൊ അതെന്ത് ഒരു സൈക്കിളായി. പിന്നെ അടുത്തത് നോക്കിക്കേ T1ൽ നിന്ന് T2 T2ൽ നിന്ന് T3 T3ൽ നിന്ന് T1 രണ്ടാമത്തെ സൈക്കിൾ. അപ്പോൾ ഈ ഒരു ഷെഡ്യൂളിൽ നമുക്ക് സൈക്കിൾ കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ ഷെഡ്യൂള് സീരിയലൈസബിൾ അല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു ഒരു പ്രോബ്ലം പഠിച്ചു. ഇനി നമുക്ക് ഇതിന്റെ അൽഗോരിതം നോക്കാം. അൽഗോരിതം എളുപ്പമാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ Ti പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഷെഡ്യൂളേഴ്സ് ക്രിയേറ്റ് എ നോഡ് ലേബിൾഡ് Ti ഇൻ ദ പ്രസിഡൻസ് ഗ്രാഫ്. അതായത് ഫസ്റ്റ് നമ്മൾ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ട് ആ ട്രാൻസാക്ഷൻസിന്റെ നോഡ് മാർക്ക് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് ഫോർ ഈച്ച് കേസ് എസ് ഷെഡ്യൂളത്തെ ഒരു എസ്സിൽ വേർ TJ എക്സിക്യൂട്ട് റീഡ് ഐറ്റം ഓഫ് എക്സ്. ഇത് TJ റീഡ് ഐറ്റം എക്സിക്യൂട്ട് ചെയ്തു ആഫ്റ്റർ Ti എക്സിക്യൂട്ട് റൈറ്റ് ഐറ്റം. അതായത് Ti റൈറ്റ് ഐറ്റം എക്സിക്യൂട്ട് ചെയ്തു TJ റീഡ് ഐറ്റം എക്സിക്യൂട്ട് ചെയ്തു. അപ്പൊ TJ Tiക്ക് ശേഷമാണ് വന്നത്. അപ്പൊ എന്ത് ചെയ്യണം Tiയിൽ നിന്ന് TJയിലോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി അതേപോലെ തന്നെയാണ് ഈ തേർഡും ഫോർത്തും സ്റ്റെപ്പും സെയിം സംഭവമാണ്. റീഡ് ഐറ്റും റൈറ്റ് ഐറ്റും വന്ന് വരയ്ക്കണം. റൈറ്റ് ഐറ്റും റീഡ് ഐറ്റും നോക്കുക. റൈറ്റ് ഐറ്റും നോക്കുക. മുന്നേ പറഞ്ഞ പോലെ തന്നെ.
ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എ ഷെഡ്യൂൾ എസ് സീരിയലൈസബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ പ്രസിഡൻസ് ഗ്രാഫ് ഹാസ് നോ സൈക്കിൾ. സൈക്കിൾ ഇല്ലെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്കത് സീരിയലൈസബിൾ ആണോ അല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ എന്താ കണ്ടത്? അതിന്റെ അൽഗോരിതം കണ്ടു, അതിന്റെ ഒരു പ്രോബ്ലം കണ്ടു. ഇനി നമുക്ക് അതിന്റെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. അപ്പൊ നേരത്തെ കണ്ട പ്രോബ്ലത്തിൽ നമുക്ക് ഇങ്ങനൊരു ടേബിൾ തന്നിട്ട് അതിൽ നിന്ന് സീരിയലൈസബിൾ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെ കുറെ ഷെഡ്യൂൾ മാർക്ക് ചെയ്ത് തരും. ഇതിൽ നിന്ന് നിങ്ങളോട് ഇത് സീരിയലൈസബിൾ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഇതേപോലത്തെ ഒരു ടേബിൾ ഇതിന് വരയ്ക്കണം. എന്നിട്ട് അതിൽ നിന്ന് പ്രസിഡൻസ് ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ടേബിൾ എങ്ങനെ വരയ്ക്കുക? ആദ്യം എത്ര ട്രാൻസാക്ഷൻ ഉണ്ട് നോക്കുക. ഇവിടെ R3 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? T1, T2, T3 പറഞ്ഞ 3 ടേബിൾ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ എടുക്കുക. ഫസ്റ്റ് ഓപ്പറേഷൻ എന്താ? R3 ഓഫ് Y. അതായത് T3 റീഡ് ഐറ്റം ഓഫ് Y. ഇവിടെ എന്ത് ചെയ്തു? റീഡ് ഐറ്റം ഓഫ് Y എന്ന് എഴുതി. നെക്സ്റ്റോ R3 ഓഫ് Z. ഇവിടെ എന്ത് ചെയ്തു? റീഡ് ഐറ്റം ഓഫ് Z എഴുതി. പിന്നെ എന്താ അടുത്തത് വന്ന്? R1 ഓഫ് X. അപ്പൊ എന്താ എഴുതേണ്ടത്? ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ റീഡ് ഐറ്റം ഓഫ് X. അപ്പൊ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് കഴിഞ്ഞ ശേഷം അതിന് താഴെയായിട്ട് ഇവിടെ എഴുതുക കേട്ടോ. മേലേക്ക് തൊപ്പം എഴുതി പോകരുത്. അപ്പൊ അതെന്താണ്? അത് സീരിയൽ ആയിട്ട് കണക്കാക്കും. നമ്മൾ കൺകറന്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ റീഡ് ഐറ്റം ഓഫ് X. അപ്പൊ R1 ഓഫ് X ഇവിടെ റീഡ് ഐറ്റം ഓഫ് X എഴുതി. പിന്നെ W1 ഓഫ് X. അപ്പൊ എന്ത് ചെയ്തു? റൈറ്റ് ഐറ്റം ഓഫ് X എഴുതി. പിന്നെ എന്ത് വന്നു? W3 ഓഫ് Y. അതായത് തേർഡ് ട്രാൻസാക്ഷനിൽ റൈറ്റ് ഐറ്റം. ഇവിടെ എന്ത് എഴുതി? റൈറ്റ് ഐറ്റം ഓഫ് Y. പിന്നെ W3 ഓഫ് Z, റൈറ്റ് ഐറ്റം ഓഫ് Z. പിന്നെ എന്ത് ചെയ്തു? R2 ഓഫ് Z. അപ്പൊ എന്തായിരിക്കും? റൈറ്റ് ഐറ്റം ഓഫ് Z ഇൻ ട്രാൻസാക്ഷൻ 2. റീഡ് ഐറ്റം ഓഫ് Z. ഇങ്ങനെ എഴുതി. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ടേബിള് ഫില്ല് ചെയ്യുക. അപ്പൊ ടേബിൾ ഫില്ലിംഗ് കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമ്മൾ ഒരു പ്രസിഡൻസ് ഗ്രാഫ് വരയ്ക്കണം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സീരിയലൈസബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ പ്രസിഡൻസ് ഗ്രാഫ് വരയ്ക്കാൻ എന്ത് ചെയ്യണം? ആദ്യം T1, T2, T3 വെച്ചിട്ട് 3 നോഡ് മാർക്ക് ചെയ്യണം. 3 നോഡ് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആരാ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? T3 അപ്പൊ എന്താ മനസ്സിലാക്കാൻ പറ്റും? ഈ രണ്ടെണ്ണം ആരേറ്റും മീൻസ് മുന്നത്തെ ഒരു ഓപ്പറേഷൻസ് ഇല്ലാണ്ട് കോൺഫ്ലിക്റ്റിംഗ് ചെക്ക് ചെയ്യാൻ ഇതിന് ആരേറ്റും പറ്റില്ല. മുന്നാരിൽ നടക്കണില്ല. അപ്പൊ ഇത് വേണ്ട. ഇനി നമ്മൾ അടുത്തത് ഇത് കഴിഞ്ഞ ശേഷം എന്താ വരിക? റീഡ് ഐറ്റം ഓഫ് X. ഇവരാണ് അടുത്ത ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ റീഡ് ഐറ്റം ഓഫ് X ആരായിട്ട് കോൺഫ്ലിക്ട് ചെയ്യുക? തൊട്ട് മുന്നത്തെ ഒരു റൈറ്റ് ഐറ്റം ഓഫ് Xനായിട്ടാണ് കോൺഫ്ലിക്ട് ചെയ്യുക. അപ്പൊ ആദ്യം ഇത് കമ്പയർ ചെയ്തു. ഇവിടെ Y ആണ്, ഇവിടെ Z ആണ്. അപ്പൊ അത് ആരായിട്ടും കോൺഫ്ലിക്ട് ചെയ്യില്ല. പിന്നെ റൈറ്റ് ഐറ്റം ഓഫ് X ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും X തന്നെ വരണം നമുക്കറിയാം. ഇവിടെ രണ്ടിടത്തിലും Yയും Z ആ. അപ്പൊ എന്തായാലും ഇത് ആരായിട്ടും കോൺഫ്ലിക്ട് ചെയ്യാൻ ആരുമില്ല. അപ്പൊ ഇതിന്റെ കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞ അടുത്തത് ആരാണ്? ഇവിടേക്ക് വരിക. റൈറ്റ് ഐറ്റം ഓഫ് Y. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? Y ആണ് വേണ്ടത്. ഇവിടെ രണ്ടെണ്ണം X ആണ്. അപ്പൊ അതും കോൺഫ്ലിക്ട് ചെയ്യാൻ ആരുമില്ല. പിന്നെ അടുത്തത് Z ആണ്. ഇവിടെ എന്താണ്? രണ്ടും X ആണ്. അപ്പൊ അതും കോൺഫ്ലിക്ട് ചെയ്യാൻ ആരുമില്ല. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? റീഡ് ഐറ്റം ഓഫ് Z. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം T1 ആയിട്ട് കമ്പയർ ചെയ്യുക. T1 എന്ത് ചെയ്തു? രണ്ടും X ആണ്. അപ്പൊ അതും കോൺഫ്ലിക്ട് ചെയ്യില്ല. നമുക്ക് എന്ത് വരണം? റൈറ്റ് ഐറ്റം ഓഫ് Z വരണം. അപ്പൊ ഫസ്റ്റ് ഇവിടെ റീഡ് ഐറ്റം ഓഫ് Y ആണ്. അത് കോൺഫ്ലിക്ട് ചെയ്യില്ല. പിന്നെ റീഡ് ഐറ്റം ഓഫ് Z ആണ്. റീഡ് ഐറ്റം കോൺഫ്ലിക്ട് ചെയ്യോ? ഇല്ല. പിന്നെ നമുക്ക് റൈറ്റ് ഐറ്റം ഓഫ് Y അതും കോൺഫ്ലിക്ട് ചെയ്യില്ല. കാരണം ഇവിടെ Y ആണ്. നമുക്ക് Z പറഞ്ഞ ഡാറ്റാബേസ് ആയിട്ടാണ് വേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? റീഡ് ഐറ്റം ഓഫ് Z റൈറ്റ് ഐറ്റം ഓഫ് Z കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക? T3 നിന്ന് T2 ഒരു ഗ്രാഫ് വരയ്ക്കുക. ഒരു ആർക്ക് വരയ്ക്കുക വിത്ത് Z മാർക്ക് ചെയ്തിട്ട്. T3 നിന്ന് T2 Z മാർക്ക് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ റീഡ് ഐറ്റത്തിന്റെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഓപ്പറേഷൻ ആരാണ്? ഇതാ നടക്കുന്നത്. അപ്പൊ റീഡ് ഐറ്റം ഓഫ് Y. Y ആദ്യത്തെ ആദ്യം ഇവിടെ ഓൾറെഡി Z ആണ്. അപ്പോൾ എന്തായാലും T2 ഒന്നുമില്ല കോൺഫ്ലിക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ റീഡ് ഐറ്റം ഓഫ് Y ഉണ്ട്. പക്ഷെ റീഡ് ഐറ്റം കോൺഫ്ലിക്ട് ചെയ്യോ? ഇല്ല. പിന്നെ ഇവിടെ ഉള്ളത് റീഡ് ഐറ്റം ഓഫ് Z ആണ്. നമുക്ക് എന്താ വേണ്ടത്? Y ആണ് കോൺഫ്ലിക്ട് ചെയ്യുക അല്ലെ? അപ്പൊ അതും വരില്ല. പിന്നെ റീഡ് ഐറ്റം ഓഫ് Y ഈ റൈറ്റ് ഐറ്റം ഓഫ് Y കോൺഫ്ലിക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക? T3 നിന്ന് T1 ഒരു ഗ്രാഫ് വരയ്ക്കുക, ആർക്ക് വരയ്ക്കുക വിത്ത് Y. T3 നിന്ന് T1 ആർക്ക് വരച്ചു വിത്ത് Y. ഇങ്ങനെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു പ്രസിഡൻസ് ഗ്രാഫ് മൊത്തം കമ്പയർ ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അവസാനം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ ഗ്രാഫ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ സൈക്കിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഗ്രാഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ സൈക്കിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം നോക്കുക. T1 നിന്ന് T2 ഒരു ആർക്ക് ഉണ്ട്. പക്ഷെ T2 നിന്ന് ആർക്കെങ്കിലും പോകണ്ടോ? ഇല്ല. ഇനി അടുത്ത നോക്കിയേ. T3 നിന്ന് T1 ഒരു ആർക്ക് ഉണ്ട്. T1 നിന്ന് T2 ഉണ്ട്. T2 നിന്ന് പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ഇല്ല സൈക്കിള്. ഇനി ഇവിടെ നോക്കിയാൽ T3 നിന്ന് T2 ഒരു ആർക്ക് ഉണ്ട്. T2 നിന്ന് പോകുന്നുണ്ടോ ആർക്ക്? ഇല്ല. T2 വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയും സൈക്കിൾ ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് സൈക്കിൾ എന്ന് പറഞ്ഞത് എന്താണ്? നോ, നമുക്ക് സൈക്കിൾ ഇല്ല ഇതില്ല. അപ്പൊ ഇതെന്താണ്? ഈ ഒരു ഷെഡ്യൂള് സീരിയലൈസബിൾ ആണെന്ന് മനസ്സിലായി.
ഓക്കെ, അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പ്രോബ്ലത്തിൽ അതിൽ സൈക്കിൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് നോൺ സീരിയലൈസബിൾ ആയിരുന്നു. ഇതിൽ സൈക്കിൾ ഇല്ലാത്തത് കൊണ്ട് ഇത് എന്താണ്, സീരിയലൈസബിൾ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ടേബിൾ വരയ്ക്കുക, ടേബിളിൽ നിന്നൊരു പ്രസിഡൻസ് ഗ്രാഫ് വരയ്ക്കുക, അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സീരിയലൈസബിൾ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യുക, സൈക്കിൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യുക, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ വരയ്ക്കില്ല, സിംഗിൾ സ്റ്റെപ്പിലാണ് ഇതെല്ലാം മാർക്ക് ചെയ്യുക. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വരിക എന്ന് മനസ്സിലാക്കിയത്. ടെക്സ്റ്റിലൊക്കെ നോക്കി അവർ ഒറ്റ ഗ്രാഫിലാണ്, നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒറ്റ ഗ്രാഫിൽ വരച്ചാൽ മതി, ഒറ്റ ഗ്രാഫിൽ തന്നെ കാണിക്കാവുന്നുള്ളൂ. അത് ഇതിപ്പോ ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഡിഫറെന്റ് സ്റ്റെപ്പായി കാണിച്ചതാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും വരയ്ക്കുമ്പോൾ ഒറ്റ ഗ്രാഫിലാക്കി വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് സൈക്കിൾ ഉണ്ടോ ഇല്ലേന്ന് എഴുതുക. അപ്പൊ ഇത്രയാണ് ഒരു ഷെഡ്യൂൾ തന്നു കഴിഞ്ഞാൽ സീരിയലൈസബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അൽഗോരിതം നോക്കുക, വിത്ത് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം നോക്കുക. താങ്ക് യു.